ഇപ്പോൾ 16 വയസ്സിലൊക്കെ വിവാഹം കഴിക്കാമെന്ന് ചില വികസിത രാജ്യങ്ങളിലടക്കം ആ നിലയ്ക്കുള്ള ഇതിപ്പോൾ പുരുഷൻ്റെ പ്രായമല്ല കേട്ടോ, സ്ത്രീകൾക്ക് ആ നിലയ്ക്ക് പ്രായം കിടന്നാൽ വിവാഹം കഴിക്കാമെന്ന തരത്തിലൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അത് ഓരോ രാജ്യങ്ങൾ ആ രാജ്യത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇവർക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസം, ഇവരുടെ ശാരീരികാവസ്ഥ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തീരുമാനിക്കുന്നതാണ്. പക്ഷേ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, ഈ പ്രത്യേകിച്ച് ഈ വളരെ പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കിടയിൽ, സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഈ പോക്സോ കേസിൽ ഉൾപ്പെടുന്ന ആൺകുട്ടികളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് വർദ്ധിക്കുന്നു എന്നുള്ളതല്ല, അത്തരം ഇതിപ്പോൾ അവർക്കിടയിലുള്ള ഒരു ഇഷ്ടമായിരിക്കാം സംഭവിക്കുന്നത്. ഇപ്പോൾ 10-18 വയസ്സ് 19 വയസ്സൊക്കെയുള്ള ഒരു 18 വയസ്സ് കഴിഞ്ഞ ആളായിരിക്കും, പക്ഷേ അങ്ങനെ ഒരു വിവാഹപ്രായം എത്തിയിട്ടുണ്ടാവില്ല. 18 വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായും ശിക്ഷിക്കാൻ തക്കവണ്ണം ഒരു പൗരൻ എന്നുള്ള നിലയിൽ ശിക്ഷ അയാൾക്ക് ലഭിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടാവും. അവർക്കിടയിൽ ഉടലെടുക്കുന്ന ഒരു സ്നേഹമോ പ്രണയമോ ഒക്കെ ആയിരിക്കാം. അപ്പോഴാണ് സ്വാഭാവികമായും ഈ നിലയ്ക്കൊക്കെയുള്ള കേസിൽ പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ആ കാര്യം കൂടിയായിരിക്കാം ഈ നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്നത്. ആത്യന്തികമായി ഇതിനെല്ലാം വേണ്ടത് കൃത്യമായ പഠനവും ഇതിന് നിയമവും ഒക്കെ തന്നെയാണ്. അല്ലെങ്കിൽ കാലികമായി അത് പരിഷ്കരിക്കേണ്ടതുണ്ടെങ്കിൽ ആ മട്ടിൽ നോക്കി, അല്ലെങ്കിൽ ഇതുപോലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമൊക്കെ ആ നിലയ്ക്ക് കേസിൽ കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്കവണ്ണമുള്ള നിയമനിർമ്മാണമോ പഠനമോ ഒക്കെ നടത്തുകയാണ് വേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഏർലി പ്യൂബർട്ടി എന്നൊക്കെയുള്ളത് വളരെ സ്വാഭാവികമായി അത് കണ്ടു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കൂടുതൽ. അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ മനുഷ്യൻ്റെ ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിനെ കൂടി കരുതലോടെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ തൽക്കാലം നമുക്ക് പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് ഇതിനുള്ളത്. ഹർഷം പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നും ഞാൻ കൊടുക്കാൻ തയ്യാറല്ല, പക്ഷേ അത് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം.